ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് കപ്പ കൊണ്ടുള്ള പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതിൽ കപ്പയും കായയും ചെറുപയറും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് കായ കട്ട് ചെയ്ത് വെക്കാം. കദളി വാഴയുടെ കായാണ് ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. കായ കട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ കറ പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം. വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കായ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കായ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിലിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ കപ്പ ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിരുന്നു. അതൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിന് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കി വെക്കണം. 5 ചെറിയുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം കഴുകി വെച്ചിട്ടുണ്ട്. ജീരകം 1 ടീസ്പൂൺ എടുത്ത് വെച്ചു. പിന്നെ പച്ചമുളക് 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. തേങ്ങ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്തും അധികം അരഞ്ഞു പോവരുത്. തരുതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടി അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം തീ കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കായ വേവിച്ചത് ഇട്ട് കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തരുതരിപ്പായിട്ട് അരച്ച് വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നമ്മൾ മിക്സാക്കി എടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. 1/4 കപ്പ് ചെറുപയർ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരുന്നു. കുക്കറിലിട്ട് 2 വിസിൽ തന്നെ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. തീ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിളയ്ക്കുന്നത് വരെ നമ്മളിത് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തിരിക്കണം. തിളച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെക്കാം. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിച്ചത് പുഴുക്കിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കടുക് താളിച്ചത് പുഴുക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത ഈ പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കപ്പപ്പുഴുക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.